90-ാം സങ്കീർത്തനത്തിൽ മോശ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, തലമുറ തലമുറയായി നീ എൻ്റെ സങ്കേതമായിരിക്കുന്നു. നമ്മൾ ജനിച്ചു വീഴുന്ന ഭവനത്തിൽ ആൾക്കാരുടെ സന്തോഷവും ചിരിയും ഒരുപാട് ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വളർന്നു വരുന്ന ചൈൽഡ്ഹുഡ് സമയത്ത് നമുക്കുള്ള എക്സൈറ്റ്മെൻറ്റ് വലുതാണ്. ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മളോട് കൂടെ സന്തോഷിക്കാനുണ്ട്, സംസാരിക്കാനുണ്ട്. പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു, പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ ആകുന്നു. ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും. ഭയങ്കര സ്വപ്നങ്ങളാണ്. പല രാജ്യങ്ങളിൽ പോകാൻ പറ്റും, വലിയ സ്ഥാനങ്ങൾ നമുക്കുണ്ടാകും, ഒരുപാട് പൈസ സമ്പാദിക്കാൻ പറ്റും, വലിയ വീട് പണിയാൻ പറ്റും, ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റും. നമ്മുടെ കഴിവിൽ നമ്മൾ ആശ്രയിക്കും, നമ്മുടെ ബലത്തിൽ നമ്മൾ ആശ്രയിക്കുന്നു, ജ്ഞാനത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെയുള്ളൊരു വലിയ സാധാരണ മനുഷ്യരെ പോലെയുള്ള വലിയ സ്വപ്നങ്ങളും ആസ്പിറേഷൻസും നമ്മുടെ ലൈഫിൽ ഉണ്ട്. നമ്മൾ ഫാമിലി ലൈഫൊക്കെ ആരംഭിച്ചു, കുഞ്ഞുങ്ങളൊക്കെ വളർന്നു, അവരെ പഠിപ്പിക്കുന്ന സ്റ്റേജിലൊക്കെ എത്തുമ്പം അവർ നമ്മളെ പലപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഹാർഡ് വർക്ക്. നമ്മൾ പലയിടങ്ങളിൽ പോകുന്ന ഒരു പക്ഷേ ഒറ്റയ്ക്കായിരിക്കും ജീവിക്കുന്നത്, ആരോടും പറയാതെ ഒറ്റയ്ക്ക് ഒരു പക്ഷേ കരയുന്ന സന്ദർഭങ്ങൾ, പട്ടിണി കിടന്ന് അല്ലെങ്കിൽ ആഹാരമൊക്കെ ഒഴിവാക്കി ആ പൈസയും കൂടെ സേവ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഫാമിലിക്ക് വേണ്ടിയൊക്കെ കരുതുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മളെ വളരെ ബഹുമാനത്തോട് നോക്കും. എത്ര വലിയ കഠിന പ്രയത്നം ചെയ്യുന്ന വ്യക്തി, എത്ര വലിയ മനുഷ്യൻ, എത്ര വലിയ സ്ത്രീ, ഒരു പുരുഷൻ എന്നൊക്കെ ആൾക്കാർ നമ്മളെ പ്രകീർത്തിക്കും. ഭവനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ. അപ്പോൾ നമുക്കൊരു വലിയ സ്വപ്നമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം, നമ്മുടെ ഫാമിലി ഒരു ബ്ലെസ്സഡ് ആകണം, നമുക്കില്ലാത്തതൊക്കെ നമുക്കുണ്ടാക്കണം. ഇതെല്ലാം കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത രോഗമുള്ളൊരു ശരീരം, അല്ലെങ്കിൽ നമുക്ക് പഴയതുപോലെ ഓടാൻ പറ്റാത്ത, പഴയതുപോലെ പ്രവർത്തിക്കാൻ പറ്റാത്ത, ജോലി ചെയ്യാൻ പറ്റാത്ത, പഴയതുപോലെ കാര്യങ്ങൾ ഓർക്കാൻ പറ്റാത്ത ഒരു ബലഹീന സ്റ്റേജിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോൾ നമ്മൾ പലർക്കൊരു ബാധ്യതയായി തീരാറുണ്ട്. പലരും പല കാര്യങ്ങളിലൊക്കെ നമ്മളെ അവരുടെ വിഷയത്തിൻ്റെ സബ്ജക്റ്റാക്കി മാറ്റുമ്പോൾ, നമ്മളെ കഴിവില്ലാത്തവരാക്കി മാറ്റി നിർത്തുമ്പോൾ, നമ്മളെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്നുള്ള ഒരു ചിന്തയിലൊക്കെ മനുഷ്യർ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. നമുക്കതറിയാം. പലപ്പോഴും നമ്മൾ ഭവനത്തിൽ അകത്തുള്ളവർക്കോ പുറത്തുള്ളവർക്കോ ഒരു ബാധ്യതയായി തീരുന്ന സാഹചര്യങ്ങളിലൊക്കെ വരാറുണ്ട്. രോഗമായിരിക്കാം, ക്ഷീണമായിരിക്കാം, മറ്റു പല മാനസിക ബുദ്ധിമുട്ടുകളായിരിക്കാം, പല സാഹചര്യങ്ങൾ, കടഭാരങ്ങളായിരിക്കാം, പല നിലയിൽ ജീവിതത്തിൽ തളർന്നു പോകുന്നവരുണ്ട്. ഒരു കാലത്ത് ചെറുപ്പം തൊട്ടേ, കുഞ്ഞുനാൾ തൊട്ടേ ഭവനത്തിന് വേണ്ടി ഒരുപാട് പേർക്ക് വേണ്ടി അധ്വാനിച്ചവരാകാം, ക്ഷീണിച്ചവരാകാം, ഒറ്റയ്ക്ക് നിന്ന് ജീവിതത്തിൽ പോരാടിയവരാകാം. അവരൊക്കെ ചില സമയങ്ങളിൽ എത്തുമ്പോൾ, അങ്ങനെയുള്ള ക്ഷീണാവസ്ഥയിലെത്തുമ്പോൾ അവരെ ആ നിലയിൽ റെസ്പെക്റ്റ് ചെയ്യുവാൻ, ആ നിലയിൽ കാണാൻ മറ്റുള്ളവർ കഴിയാതിരിക്കുന്ന ഒരു വേദനാജനകമായ കാര്യമാണ്. പർപ്പസ്ലി അവരെ ഇഗ്നോർ ചെയ്യുന്നു, പർപ്പസ്ലി അവരെ മാറ്റി നിർത്തുന്നത് ഒരു വേദനാജനകമാണ്. ജീവിതത്തിൽ സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ, അത് പണമുള്ളവരാകട്ടെ പണമില്ലാത്തവരാകട്ടെ, ഏത് ഭാഷക്കാരാകട്ടെ, ഏത് സ്ഥലത്ത് ജനിച്ചു വരുന്നവരാകട്ടെ, ഒന്നുമല്ല, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ ഓരോ സ്റ്റേജുകളിലൂടെ അവർ കടന്നു പോകുന്നത് എല്ലാവർക്കും ഒരു സ്റ്റോറിയുണ്ട്. ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, എവ്രി വൺ ഗോട്ട് എ സ്റ്റോറി. എല്ലാവർക്കും ഒരു സ്റ്റോറിയുണ്ട്, എല്ലാവർക്കും ഒരു കഹാനിയുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നല്ല പ്രായത്തിലെ, ദൈവം നമുക്ക് ജ്ഞാനവും കഴിവുമൊക്കെ തരുന്ന സമയത്ത് തന്നെ നമ്മുടെ ബലത്തിൽ, നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക. സങ്കീർത്തനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ, മോശ പറയുന്നത് പോലെ, ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, തലമുറയായി, ഫ്രം ജനറേഷൻ ടു ജനറേഷൻ നീയാണ് എൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ്. മോശ ആദ്യം ചിന്തിച്ചു, തൻ്റെ കഴിവിലൊക്കെ പ്രശംസിച്ച് ആദ്യം ചിന്തിച്ചു മിസ്രൈമിലെ പ്രഭുവായിട്ട് അവന് വാഴാൻ പറ്റുമെന്ന്. പക്ഷേ മിസ്രൈം വിടേണ്ടി വന്നു, മിദ്യാനിൽ വന്നു. മിദ്യാനിൽ വിവാഹം കഴിച്ച് സെറ്റിലാകുന്ന സമയത്ത് അദ്ദേഹം ചിന്തിച്ചു മിദ്യാനിലായിരിക്കും തൻ്റെ സെറ്റിൽമെൻറ്റ് പ്ലേസ് എന്ന്. പക്ഷേ ദൈവം ഹോരേബിൻ്റെ മുൾപ്പുറപ്പിൽ ഇറങ്ങി വന്ന് മോശയെ വിളിക്കുന്നു. മോശ ഇസ്രായേലിൻ്റെ ലീഡറായി തീരുന്നു. അപ്പോൾ മോശയ്ക്കൊരു വലിയ സ്വപ്നമുണ്ട്, മിക്കവാറും കനാൻ ദേശം എന്ന വാഗ്ദത്ത ദേശത്ത് ഒരു വലിയ പോർഷൻ തനിക്ക് ലഭിക്കും, വലിയൊരു ബ്ലെസ്സിങ് ലഭിക്കും. എന്നാൽ കനാൻ ദേശത്ത് മോശ പ്രവേശിക്കാൻ അനുവദിക്കാതെ മോശയെ കനാൻ ദേശം കാണിച്ചു ദൈവം, എന്നാൽ അത് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. അപ്പോഴും മോശ ഈ സങ്കീർത്തനം 90 എഴുതുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവമേ, ഇന്ന് ഞാനൊരു പാഠം മനസ്സിലാക്കുന്നു, നീയാണ് തലമുറയായി എൻ്റെ സങ്കേതം, ഞാൻ ആശ്രയിക്കുന്ന, അല്ലെ എൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ്, ഞാൻ താമസിക്കുന്ന സ്ഥലം, എൻ്റെ സെറ്റിൽമെൻറ്റ് പ്ലേസ് നീയാണ്. ഞാൻ നിന്നിലാണ് സെറ്റിലാകുന്നത്. ഈ ഭൂമിയിൽ ആരും
ഒന്നും നേടുന്നില്ല, കഴിവുകൊണ്ട് ഒന്നും നേടുന്നില്ല. എല്ലാം ടെമ്പററിയാണ്. ഈ ഭൂമിയിലുള്ള സകലവും ടെമ്പററിയാണ്. ബന്ധങ്ങൾ, സ്നേഹം, പണം, പ്രതാപങ്ങൾ, പൊസിഷൻസ്, എല്ലാ എൻജോയ്മെൻറ്റ്, എവറിതിങ് ടെമ്പററിയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്കുള്ള ഒരു ഒരു മോട്ടിവേഷണൽ വാക്കെന്ന് പറയുന്നത്, റൈറ്റ് നൗ, ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തിൽ ആശ്രയിക്കുക. സ്വന്തം കാലിൽ നിൽക്കാൻ ദൈവം നിങ്ങളുടെ കാലുകൾക്ക് ബലം തരട്ടെ. തളരാതെ, തകരാതെ, സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. മാനസികമായും ശാരീരികമായിട്ടും തകരുന്ന ഒരു വ്യക്തിയായിട്ടല്ല, ദൈവം നമുക്ക് ജീവിക്കാൻ കൽപ്പിച്ചാക്കിയ സമയങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു 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 സ്ട്രോങ് ഫീറ്റുള്ളൊരു വ്യക്തിയായി ഏത് സാഹചര്യങ്ങളെ നേരിടാൻ ഉള്ളൊരു ബലം, ഒരു 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 ബലവും ശക്തിയും നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ.